നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച മൈക്കിൾ ഏഞ്ചലോ അല്ലെങ്കിൽ ഇവരുടെ നവോത്ഥാന കാലം എന്നൊക്കെ പറയുന്നതിനൊപ്പം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു, അത് മലയാളം മാത്രമേ മനസ്സിലാവത്തുള്ളായിരുന്നു എന്നുള്ളതും. ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവല് ഒറ്റ കഥയോ ഒറ്റ നോവലല്ല. വിലായത് ബുദ്ധയുടെ സ്റ്റോറിക്കകത്ത് രാജേഷ് ആണ് ഇതണക്ക് പറയുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, അയ്യോ രാജേഷ് ഇത് ഭയങ്കരമായ ഒരു ഐഡിയ ഉണ്ടല്ലോ. വളരെ സാന്ദ്രമായിട്ട് വളരെ ബുദ്ധിമുട്ടി എഴുതുന്ന ഒരു സംഭവമാണ് കഥ. പക്ഷെ നോവലിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വിസ്തൃതമായിട്ട് ഒന്ന് കിടക്കാം. എൻ്റെ പല കഥകളുടെയും സ്പാർക്ക് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗവേഷണം ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു എഴുത്തുകാരൻ പണ്ഡിതനായിട്ട് മാറാതിരിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പണ്ഡിതനാവുന്നതോട് കൂടിയിട്ട് ഒന്നും ഉപേക്ഷിക്കാൻ തോന്നില്ല നമുക്ക്. ഇതെല്ലാം നോവലിൽ കൊണ്ടിടണം എന്ന് തോന്നും. നമ്മൾ അതിപാണ്ഡിത്യം എല്ലാം ഒന്നും അവസാനം വന്നിട്ടൊരു മരക്കം പൊടിഞ്ഞ് നമ്മുടെ തലയിൽ കൂടെ വീഴുന്നൊരു സമയങ്ങളിൽ പണ്ഡിതനും പാമരനും തമ്മിൽ വലിയ വ്യത്യാസം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. KLIBF-ൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംവാദമാണ് ഇവിടെ ഉള്ള സംവാദമെന്നല്ല, ഒരു അനൗപചാരികമായ സംസാരം എന്ന് മാത്രം കരുതിയാൽ മതിയാകും എന്ന് തോന്നുന്നു. എനിക്ക് അനൽപമായ സന്തോഷം. എൻ്റെ പേര് ഇന്ദുഗോപൻ, GR ഇന്ദുഗോപൻ എന്നുള്ള പേരിൽ കഥയും കവിതയൊക്കെ എഴുതുന്നുണ്ട്. എനിക്ക് വളരെ അനൽപമായ സന്തോഷമുണ്ട് സന്തോഷ് കുമാറിനോടൊപ്പം ഈ വേദി പങ്കിടാൻ. ഞങ്ങളുടെ തലമുറയിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രചന, അതിൻ്റെ ഗാഢതയും ഗഹനതയും ഈ മനുഷ്യൻ്റെ അഗാധമായ ബോധം, ജീവിത അനുഭവങ്ങൾ, ഇവരെല്ലാം സ്പർശിച്ച് പോകുന്നതിൻ്റെ ഒരിതുണ്ട്. ഒരു പരപ്പല്ല അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ ഫിക്ഷൻ്റെ നിർമ്മാണ കലയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയുക കൂടി ചെയ്യാം എന്നുള്ള സാധനവും കൂടെ എനിക്ക് ഇതിൻ്റെ തൊണ്ട് പറഞ്ഞ കണക്കുള്ള ചില സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഈ സന്തോഷ് സംസാരിച്ചു. ഞാനൊരു പത്രപ്രവർത്തകനും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം പിന്നെ സന്തോഷ് സംസാരിച്ചോളാൻ പറഞ്ഞപ്പോൾ സംസാരിച്ചത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ഒരു രചന ഉണ്ടാവുക എന്ന് പറയുക. അപ്പോൾ ഞാൻ രാവിലെ ഇന്ദുഗോപനെ വിളിച്ചിരുന്നു. നമുക്ക് വിശദമായിട്ട് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കഥ എഴുതാൻ തുടങ്ങും എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അതൊരു എങ്കിൽ പോലും അതിൻ്റെ കാരണം വിശദമായിട്ട് വിചാരിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കഥ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അത് മുഴുവൻ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളതല്ല. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ചില രചനകളുടെ നിർമ്മിതി എങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കാം. കഥകളെ പറ്റിയോ നോവലിനെ പറ്റിയോ. പിന്നെ തീർച്ചയായിട്ടും ഈ ഞങ്ങൾ നോവലിനും കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നോവലിൻ്റെ പുറകിലുള്ള ചില അധ്വാനം എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയുണ്ട്. എൻ്റെ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗവേഷണത്തെ എങ്ങനെ ഒരു രചനയിലേക്ക് കൊണ്ടുവരാം, എത്രമാത്രം മാറ്റിപ്പിടിക്കാം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. പ്രത്യേകിച്ചും ആനോ പോലെ 100-500 വർഷം മുമ്പുള്ള ഒരു ചരിത്ര സന്ദർഭത്തെ അല്ലെങ്കിൽ ഒരു യാത്രയെ വെച്ചുകൊണ്ട് വലിയൊരു നോവൽ എഴുതിയിട്ടുണ്ട് ഇന്ദുഗോപൻ. അപ്പോൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾ അല്ലെങ്കിൽ ഒരു വിനിമയം നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു കഥയെ പറ്റി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ സമീപകാലത്ത് എന്ന് വെച്ചാൽ ഒരു 4-5 കൊല്ലം മുമ്പ് എഴുതിയ നാരകങ്ങളുടെ ഉപമ എന്ന കഥയുടെ ഒരു പണിപ്പുര എന്താണ് എന്ന് പറയാം. ഒരു കഥ രൂപം കൊള്ളുന്നത് ഒരിക്കലും ഒറ്റ മാത്രയിലല്ല. ഒരു വിഷ്വൽ അതിൽ ചിലപ്പോൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, പക്ഷേ പെട്ടെന്നല്ല കഥ ഉണ്ടാവുന്നത്. കഥ ഒരുപാട് കാലത്തെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത്. ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ ഒറ്റ കഥയോ ഒറ്റ നോവലല്ല. പല കാര്യങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ പല അടരുകളായിട്ട് പലതും ശേഖരിക്കുകയും പിൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയും ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ നമ്മൾ ഈ കെമിസ്ട്രി ലാബിലൊക്കെ ഇങ്ങനെ പിപ്പറ്റിലൂടെ ഒഴിച്ച് പെട്ടെന്ന് ഈ നിറം മാറുന്നത് കാണുന്നുണ്ടാവും നമ്മൾ ചെറുപ്പത്തിലൊക്കെ. അതേപോലെ പെട്ടെന്ന് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ മാത്രം കഥ സംഭവിക്കുകയും ചെയ്യുകയാണ്. ചിലപ്പോൾ അതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവില്ല. അത് ആ നിമിഷത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യില്ല, പിന്നീട് അത് നഷ്ടപ്പെട്ടു പോകും കഥ. അങ്ങനെയാണ് ഉണ്ടാവും. ഈ നാരകങ്ങളുടെ ഉപമ എങ്ങനെ എഴുതിയെന്ന് പറയുന്നത്, നാരകങ്ങളുടെ ഉപമ 2018 ഞാൻ എഴുതുന്നത്. 18 ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ ആയിട്ട്. ഈ സമയത്ത് അതിനൊരു മാസം 1.5 മാസമൊക്കെ മുമ്പ്
ഒരു പ്രത്യേക രീതിയിലൊരു ഖനനം സംഭവിച്ചു. ഹരിയാനയുടെ ഒരു പ്രദേശത്ത് ഒരു ഉത്ഖനനം ഉണ്ടാവുകയാണ്. നമ്മുടെ ആർക്കിയോളജിക്കൽ വകുപ്പ് പ്രത്യേക ഉത്ഖനനം നടത്തുകയും സൈന്ധവ നാഗരികതയെ പറ്റിയിട്ടുള്ള കൂടുതൽ ചില അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തു. ഈ സമയത്ത് അതിനെപ്പറ്റി പഠിക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ മാധ്യമത്തിൻ്റെ അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന മാധ്യമ വാരികയുടെ മുസഫർ അഹമ്മദ് ഈ ഡെക്കാൻ യൂണിവേഴ്സിറ്റി ഡെക്കാൻ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ വസന്ത് ഷിൻഡേനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്, ഒരു പത്രപ്രവർത്തകൻ നൽകി ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരികയാണ് പൂനെക്ക്. അപ്പോൾ ഞാൻ അന്ന് പൂനെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസഫർ എൻ്റെ കൂടെ താമസിക്കുകയും ഞങ്ങൾ ഏതാണ്ട് ഒരാഴ്ച കൂടെ ഉണ്ടായി. ഞങ്ങൾ പോയി സ്ഥലങ്ങൾ, ഞാനാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്, ഈ ഡോക്ടർ വസിഷ്ഠനെ വിളിക്കുന്നതും ഇൻ്റർവ്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്ന ഒരാളാണ്. മുസഫറിൻ്റെ ഒപ്പം ഞങ്ങളവിടെ പോകുന്നു, അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ വളരെ വളരെ താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്ക്, പ്രത്യേകിച്ചും ഈ ഒരു ഉത്ഖനനം നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം ചെയ്യുന്നൊരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചാണ്. നമ്മളെല്ലാവരും ഒരു 5 മിനിറ്റ് കൊണ്ട് പോകാൻ പറ്റുന്ന തിരക്ക് പിടിച്ച് ഓടുകയും ട്രെയിൻ കയറാൻ പോവുകയും അങ്ങനെയുള്ള മൊത്തത്തിൽ നമ്മുടെ ഓഫീസിലെ തിരക്കുകളൊക്കെ വലിയ വേഗങ്ങൾ ആവശ്യമുള്ളൊരു ജീവിതത്തിൽ നമ്മൾ നിൽക്കണം. അതേസമയം ഈ ഉത്ഖനന പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കൊലരുകൾ എന്നൊക്കെ പറയും, ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പതുക്കെ തോണ്ടിയാണ് നമ്മുടെ താഴേക്കുള്ള ഖനനം നടക്കുന്നത്. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീടൊക്കെ കിളയ്ക്കുമ്പോൾ കാണാം, ഒരു 2-3 ലെയറൊക്കെ പോയി കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു കളിപ്പാട്ടം കിട്ടും, അല്ലെങ്കിൽ ഒരു വിചാരിക്കാതെ പോയൊരു കുപ്പി, അങ്ങനെയൊക്കെ സാധനങ്ങൾ കണ്ടിട്ട്. കാരണം ഈ മണ്ണ് വന്നിങ്ങനെ അടിഞ്ഞങ്ങനെ. ഇതേപോലെ ദീർഘദൂരം നമ്മൾ കുഴിച്ചു പോകുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ 3 മീറ്ററൊക്കെ കുഴിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഒരു നൂറ്റാണ്ടൊക്കെ പോവുകയാണ്. ഒരു നൂറ്റാണ്ടിലേക്കുള്ള സഞ്ചാരം വളരെ പതുക്കെയാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേക്ക് എത്താം. അപ്പോൾ ഈ കഥയിലെ കഥാപാത്രം നറേറ്റർ എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന നറേറ്റർ വലിയ തിരക്കുകളുള്ള ഒരു ബസ് 2 മിനിറ്റ് ഒരു സ്റ്റോപ്പിൽ നിന്നാൽ നമ്മളെല്ലാവരും പേടിക്കുന്നത് എന്താ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ധൃതികൾക്ക് ആവശ്യമുള്ള ഒരാളാണ്. അതേസമയം അയാൾക്ക് കൂടെ വരുന്ന ഒരു സഹയാത്രികനായിട്ട് വരുന്ന ആൾ ഈ ഉത്ഖനന പ്രക്രിയയിൽ നിന്ന് പോവുകയും അങ്ങനെ തമാനെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് യാതൊരു തിരക്കുമില്ല. കാരണം അയാൾ 10-30 കൊല്ലമായിട്ട് ഇത്തരം ഈ പഴയ നാഗരികതയുടെ സൈറ്റുകൾ ഇങ്ങനെ ഖനനം ചെയ്തെടുക്കുന്ന വളരെ സ്ലോ ആയിട്ടുള്ള ജീവിതമുള്ളൊരു മനുഷ്യരാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംവാദമാണ് ഇത് ഈ നാടകങ്ങളുടെ ഉപമ വരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ വസന്ത് ഷിൻഡെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് വലിയ അത്ഭുതത്തോടെ ഞാൻ കേട്ടിരിക്കുന്നത്. മുസഫർ ഇത് പകർത്തുന്നുണ്ട്, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അവർ ഈ പത്രപ്രവർത്തകർ നിങ്ങളെല്ലാവരും വേണമെങ്കിൽ ഒരു 10 പേജുള്ള ലേഖനം അപ്പോൾ തന്നെ ചെയ്യും. അത് അവിടെ തന്നെ ചെയ്ത് അതൊരു കവർ സ്റ്റോറി ആയിട്ട് മാധ്യമ ആഴ്ചപ്പതിപ്പിൽ അടിച്ചു വരികയും. പക്ഷേ എൻ്റെ മനസ്സിലിത് കിടന്നു. കാരണം ചില സൈറ്റുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ അഹമ്മദാബാദിനടുത്ത് ലോഥൽ എന്നുള്ളൊരു സൈറ്റുണ്ട്. ലോഥൽ എന്നുള്ള സൈറ്റ് ഇൻഡസ് നാഗരികതയുടെ വലിയ പ്രധാനപ്പെട്ട സൈറ്റാണ്. അപ്പോൾ നമുക്കൊരു അത്ഭുതം, ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്, കുറേ ഇഷ്ടികകൾ കാണാം, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നമുക്ക്. പക്ഷേ ഇതൊക്കെ എത്രയോ 10, 3000, 4000 കൊല്ലം മുമ്പുള്ള ഒരു സമൂഹം ഉപയോഗിച്ചിരുന്ന കുളിക്കടവുകൾ, അതുപോലെ തന്നെ അവർ പറയുന്നത് നദിയിൽ മറ്റേ ഹാർബറൊക്കെ പോലെ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളൊരു വലിയ ആവേശം എൻ്റെ മനസ്സിൽ 10-11 കൊല്ലം മുമ്പ് ഞാനവിടെ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവേശം കിടക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഥ വരുന്നത്. അപ്പോൾ കഥ വരുമ്പോൾ അതിലൊരു 6 വിരലുള്ള ഒരു മനുഷ്യനുണ്ട്. 6 വിരലുള്ള മനുഷ്യൻ ഈ തമാനയാണ്. അപ്പോൾ ആ 6ാമത്തെ വിരലിനോട് ഒരു അറപ്പ് തോന്നുന്നുണ്ട് ഇതിൽ. ഈ 6 വിരലുള്ള മനുഷ്യൻ വരുന്നത് പെട്ടെന്നല്ല. എൻ്റെ ചെറുപ്പത്തിൽ 5, 6 പഠിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കാലം ഈ സംസ്കൃതം പഠിച്ചിട്ടില്ല, വെറുതെ ക്ലാസ്സിൽ പോയിരിക്കലുണ്ടായിരുന്നു. അവിടെ ഒരു വിജയൻ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 6 വിരലുണ്ട്. ഇതിൻ്റെയൊക്കെ ഓർമ്മ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കഥ വരുന്നത് അനേകം അടരുകളിൽ നിന്ന്, അനേകം സന്ദർഭങ്ങളിൽ നിന്ന് പതുക്കെ വലിച്ചെടുത്തുകൊണ്ട് സ്വീകരിക്കുകയാണ്. പക്ഷേ പ്രത്യേക ഒരു ചരിത്ര ഘട്ടത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ബ്ലെൻഡിങ്, ഒരു യോജിപ്പ്, സംയോജനം നടക്കുമ്പോഴാണ് ഈ കഥ ഉണ്ടാവുന്നത് എന്നുള്ള എൻ്റെ ഈ കഥയെ നിർത്തിക്കൊണ്ട് പറയുന്നത്. ഇനി ഇന്ദുഭവൻ കഥയെ പറ്റി പറയാം. എനിക്ക് താല്പര്യമുള്ളൊരു കഥ നമ്മുടെ ഫോറസ്റ്റ് ഇതിൽ പോകുന്ന കഥയുടെ വരുന്ന കരിമ്പുലിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല വളരെ അതിൽ വലിയ ചില പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ വന്യതയെ പറ്റിയും അവനുള്ള ഒരു വലിയ ക്രൈം ചെയ്യുന്നുണ്ട്. ആ ക്രൈം മൂടിയൊക്കെയുള്ള ശ്രമമുണ്ട്. അപ്പോൾ കരിമ്പുലിയെ പറ്റി ഒരുപക്ഷെ ഇന്ദുഭവൻ സംസാരിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഈ ഉത്ഖനനങ്ങളെക്കുറിച്ച്, ഉത്ഖനനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കഥ തന്നെ, നാടകങ്ങളുടെ ഉപമ തന്നെ സന്തോഷ് എടുത്തു വെച്ച് നന്നായി. കാര്യം വെച്ചാൽ ഫിക്ഷൻ റൈറ്റിങ്ങും ഇത് പറഞ്ഞ കണക്കുള്ള
ഈ ഖനനം അല്ലെങ്കിൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാണല്ലോ. ഈ വാക്കുകൾ, ആശയങ്ങൾ, ഇതിനെ നമ്മൾ എവിടെ തമ്മിൽ ബന്ധിപ്പിക്കുക, രണ്ട് മൂന്ന് സന്ദർഭങ്ങളുണ്ട്, ഇവ എവിടെ ബന്ധിപ്പിക്കുക, കോൺഫ്ലിക്റ്റുകൾ എവിടെ കൊണ്ടുവരിക, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള നാടകീയതകൾ അതിൽ തന്നെത്താൻ ഉറവ് പോലെ പൊട്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ അത് സന്തോഷം പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു നൂറ്റാണ്ടാണ് സത്യത്തിൽ ഈ ഖനനത്തിൻ്റെ ഏകദേശം ധാര വെച്ച് പറയാം. വളരെ വേഗത്തിൽ പോകുന്ന ഒരു നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഉത്ഖനനം നടക്കുന്നു. അതിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ആഖ്യായിക എന്നുള്ള നിലയിൽ. അപ്പം കരിമ്പുലിയുടെ കഥ പറയുന്നതും നമ്മളെപ്പോഴും ഞാൻ ഐഡിയ ജനറേഷനിലേക്ക് വരാം. ഈ കഥയാണ് ചോദിച്ചതെന്നുള്ളതുകൊണ്ട് കഥയുടെ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത് സാമാന്യഗതി ഞാൻ ഒരിക്കലും നമ്മുടെയൊക്കെയും ഈ ആശയം എങ്ങനെ ഇത് വരുന്നു, ഒരു ഫിക്ഷനിലേക്കോ ഉള്ളൊരു യാത്ര എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത് ഈ കഥയുമായി ബന്ധപ്പെട്ട് പറയാം. കരിമ്പുലിയുടെ എൻ്റെ പല കഥകളുടെയും സ്പാർക്ക് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെല്ലാം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്നോ ഇവിടുന്നോ ഒക്കെ സ്വാംശീകരിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പം എന്തെങ്കിലും സംസാരിച്ചിട്ട് പോയി എവിടെയോ ഒരു 2 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ട് എവിടെയോ ഒരു സ്ഥലത്തേക്ക് ഇതുകണക്കുള്ള മീറ്റിങ്ങിന് പോകുമ്പോഴോ ഇരിക്കുമ്പോഴോ സ്പാർക്ക് ചിലപ്പം വരുന്നതെന്നാണ് ഇത് ഈ പറയുന്ന കണക്കുള്ള ഈ ഉത്ഖനനത്തിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു എലിമെൻ്റ് നമ്മൾ കാണുന്നു. ധാര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ പിന്തുടരുക. നമ്മൾ ഈ വെഞ്ഞാറമൂട് ആ ഭാഗത്തൊക്കെ ഈ വൈഡൂര്യ ഖനനമുള്ള സ്ഥലമുണ്ട്. അവിടെ എല്ലാം ആദ്യം കാണുന്ന ധാരയാണ്. എന്ന് വെച്ചാൽ മണ്ണിനൊരു ചെറിയ ഇളക്കം, അതിലെ മണ്ണിനുള്ള ചെറിയ നിറവ്യത്യാസം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർക്കറിയാം ഇതിൻ്റെ പിന്നാലെ യാത്രയാണ്. ഇത് ഏറ്റവും അവസാനം എൻഡിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് ചിലപ്പം ഒന്നും കാണില്ല. നമ്മൾ ഈ വൈഡൂരി ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ വേക്കൻ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള 100 സന്ദർഭം അല്ലെങ്കിൽ നിരാശകൾ ഫിക്ഷൻ റൈറ്റേഴ്സ് അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് പറയാം. നമ്മളങ്ങ് ചെല്ലുന്ന സമയം വരെയും നമ്മൾ എത്തുന്നു. ചിലത് നമ്മൾ നിർമ്മാണം തന്നെ നടത്തിയിരിക്കും, പക്ഷേ നമ്മളത് കുഴപ്പമില്ല എന്ന് കരുതും വായനക്കാർക്ക്. ഇപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അതിൻ്റെ നിരാശകൾ നമ്മളില്ല അത്രയും നല്ലതാവണമെന്നില്ല എന്നുള്ള വേദനയിൽ നമ്മൾ എഴുതുന്ന സാധനം വായനക്കാർ അതിൻ്റെ അടരുകൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നൊരു സാധനം. ഇങ്ങനെ വരുന്നൊരു വലിയ സംഘർഷങ്ങൾ എപ്പോഴും ഈ ഫിക്ഷൻ റൈറ്റേഴ്സിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ കരിമ്പുലിയുടെ കഥയെ സംബന്ധിച്ച് പറയുകയെന്ന് വെച്ചാൽ എനിക്ക് വിലായത് ബുദ്ധ എന്ന് പറഞ്ഞൊരു കഥ എൻ്റെ ഒരു വായനക്കാരനായി വന്ന് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായ രാജേഷ് കുമാർ വരികയാണ്. രാജേഷിന് പിന്നീട് ഞാൻ എഴുതിയ അമ്മണിപ്പിള്ള വെട്ടുകേസിനെ അവലംബിച്ച് എഴുതിയ തിരക്കഥയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ തുടർന്ന് ഞാനിങ്ങനെ ഈ ആശയങ്ങളുണ്ടായി നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രതിഭാരാഹിത്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഇതിനെ മാത്രമായി നിൽക്കുന്നൊരു സാധനത്തിനെ ഒന്ന് പ്രചോദിപ്പിച്ച് നിർത്തുന്നത് ഇപ്പോൾ എല്ലാ സമയത്തും. അപ്പോൾ എൻ്റെ കൂടെ ഒരു സമയത്ത് ഞാൻ കൊല്ലത്തിരുന്നൊരു നോവൽ ഒരു കടലിൻ്റെ തീരത്തിരുന്ന് കടപ്പുറവുമായി ബന്ധപ്പെട്ടൊരു സാധനം ഇരുന്ന് എഴുതുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പ്രതിസന്ധികളെ അല്ലെങ്കിൽ നമ്മൾ പലവിധ ജോലികളിൽ മനസ്സ് പല തരത്തിൽ പായുമ്പോൾ ഒരിടത്ത് പിടിച്ചിരിക്കാനൊക്കെ കടപ്പുറത്ത് നടക്കുന്ന കഥ അവിടെ ചെന്നിരിക്കേണ്ട ഒരാവശ്യകതയില്ല. പക്ഷേ നമ്മൾ നിർബന്ധിതമായി ഇതാണ് നിങ്ങളുടെ സങ്കേതം, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എഴുതാനാണെന്നൊക്കെ പറഞ്ഞ് പല രീതികളാണ് ഈ പറയുന്നത്. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ദീർഘയാത്രകൾക്കുള്ള ഒരു വലിയ സാധ്യത അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായി ഇരിക്കുക. അത് നമുക്ക് മലയാള ലിറ്ററേച്ചറിനെ വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പം പല സ്ഥലങ്ങളിൽ പോയി, പൂന, കൽക്കട്ട, അതൊക്കെയാണ് ഇപ്പം തപോമയുടെ അച്ഛനൊക്കെ അന്നത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വന്ന യാത്രകൾ. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേരളത്തിൽ മാത്രമായി ജോലി നോക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതിയെ ഭേദിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു സംഗതികളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ച കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ സഹ എഴുത്തുകാരനായ പോൾസൺ സ്കറിയ ഒരു ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ദിവസം അവിടെ വന്ന് നിന്നായിരുന്നു. വളരെ ഐഡിയയും ഇതുമുള്ള വളരെ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം പോൾസൺ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു സാധനം ഇങ്ങനെ ജസ്റ്റ് തോന്നുന്നു, എനിക്ക് വേറെ പിന്നീടൊന്നും തോന്നുന്നില്ല, ഐഡിയ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഉദാഹരണം ആലോചിക്കുകയെന്ന് വെച്ചാൽ ഈ വിലായത് ബുദ്ധയുടെ സ്റ്റോറിക്കകത്ത് രാജേഷ് ആണ് ഇതണക്ക് പറയുന്നത്. ഇങ്ങനെ
ഒരു ഗുരുവും ശിഷ്യനും എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ, ഇപ്പോൾ രാജേഷിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ചന്ദനമരം നിൽപ്പുണ്ട്. രാജേഷ് ഇങ്ങനെ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിങ്ങനെ വലുതായി, ഇത് വെട്ടാനായി ഒരാൾ വന്നാൽ ആ വെട്ടാനായി വന്നതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു. അത് ഞാൻ തന്നെ, എനിക്ക് തന്നെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച ആരെങ്കിലും ആണെങ്കിലോ എന്നൊരു ചോദ്യം വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്, അയ്യോ രാജേഷ്, ഇത് ഭയങ്കരമായ ഒരു ഐഡിയ ഉണ്ടല്ലോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളർത്തിയ ഒരു മരം വെട്ടാനായിട്ട് നമ്മുടെ ശിഷ്യൻ വരിക എന്ന് പറഞ്ഞാൽ ഗുരുവിനെന്തോ, ഗുരു പഠിപ്പിച്ചതിലുള്ള നമ്മളെല്ലാം നല്ല ശിഷ്യൻ മെച്ചപ്പെട്ട ഒരാളാവാനായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം ശിഷ്യൻ ഒരു മോഷ്ടാവായി മാറുകയും ഗുരുവിൻ്റെ സ്ഥലത്തേക്ക് എന്നത് വെട്ടാനായി വരുമെന്ന് വെച്ചാൽ ഗുരുവിനോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ ചിലതുണ്ട്. അപ്പോൾ ആ അടരുകൾ അവിടെ തെളിഞ്ഞു വരികയാണ്. നമ്മൾ ഈ പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ വാർഷിക വളയങ്ങൾ എന്നുള്ളത് പോലെ അത് തെളിഞ്ഞ് ഈ ഖനനം ചെയ്ത് നമ്മൾ എടുത്താൽ ആ വാർഷിക വളയങ്ങൾ തെളിയുകയും അതിലേക്ക് നമുക്ക് ആ മരത്തിൻ്റെ ജീവനിലേക്കുള്ളൊരു യാത്രയുണ്ട് എന്നുള്ള സൂചനയാണ് ഒരു ഫിക്ഷൻ റൈറ്റർ സത്യത്തിൽ വരുന്നത്. കരിമ്പുലിയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ പോൾസൺ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ, സാറേ ഇങ്ങനെ ഒരു സാധനം തോന്നുന്നു, ഒന്നുമില്ല, 3-4 പേര് ചേർന്നിട്ട് ഒരു വേട്ടയ്ക്ക് പോകുന്നു. എന്നിട്ട് അവരതിനെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ പറയുന്നു, ഞാനിത് കഴിക്കത്തില്ല. 2 വരി ഞാനിത് കഴിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും എന്താണ് എനിക്ക് പിന്നീട് അങ്ങോട്ട് ആലോചിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, പോൾ സഹിത്ത് എന്തൊരു ത്രെഡാണിത്. അപ്പം ഞാനിത് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ചെയ്തു വയ്ക്കുന്ന സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതൊന്നുമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ നമ്മളെ കൂടെ പുതിയ റൈറ്റേഴ്സ്, പുതിയ തോട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തി ആണ് ഞാൻ എൻ്റെ ഒരു ഇതും. അപ്പോൾ അതെന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലായില്ല ത്രെഡെന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുക. ഏതാ? നിങ്ങൾ വേട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമപ്രകാരമുള്ള ഒരു തെറ്റായ പരിപാടിയാണ്. അപ്പം അവിടെ ചെന്ന് നിന്ന് നിങ്ങൾ പറയുന്നത് വെച്ചാൽ ലോക ക്രൈമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രായത്തിൻ്റെ ഇടയിലോ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിന് എന്ത് നേടി എന്ന അവസാനം ചോദിക്കുമ്പോൾ ഞാൻ സാഹസികമായി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഉദ്വേഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഇവർ പോകുന്നത്. അവരൊന്നും വേറെ എന്തെങ്കിലും ചെയ്തിട്ടല്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇവർ ഈക്വലി കമ്മിറ്റ് ചെയ്യുന്നൊരു ക്രൈമാണ് 4 പേര് ചേർന്നിട്ട്. ഓക്കെ, 4 പേര് ഈക്വലി കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഇരുന്ന് എല്ലാം കഴിഞ്ഞ് ഒരാൾ കഴിക്കാണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയുക, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആ ക്രൈമിൽ ഇയാൾ ഡിസോൺ ചെയ്യുക. ഈ ക്രൈമിൽ ഞാൻ പങ്കെടുക്കുന്നില്ല, നിങ്ങളാണ് അതിൻ്റെ ഇത്. അപ്പം അടുത്ത സെക്കൻഡിൽ ഈ 3 പേർക്ക് ഇയാൾ ട്രൈറ്ററായി മാറുക, ഇയാളൊരു ഒറ്റുകാരനായി മാറുക എന്ന സംശയത്തിലേക്ക് മാറുക എന്നുള്ളത്. അവിടെ നമ്മളിങ്ങനെ നമ്മൾ പത്തി വെച്ച് അമർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു നീർക്കോലി എന്ന് തോന്നുന്ന ഒരു കഥാസന്ദർഭം, അത് പണം വിരിച്ചിങ്ങനെ നിൽക്കുക ഈ സാധനം. അപ്പോൾ അതിൽ നിന്ന് ഒരു ഫിക്ഷൻ റൈറ്റർക്ക് നമുക്ക് രക്ഷപ്പെടാൻ പിന്നെ പറ്റത്തില്ല. പിന്നെ നമ്മുടെ അത് വെച്ചിട്ടുള്ള ഈ അടരുകൾ മാന്തിയുള്ള സന്തോഷ് പറഞ്ഞ മാതിരിയുള്ള ഖനനങ്ങൾ അതുകൊണ്ടാണ്. ആ ഖനനങ്ങളുടെ സൂക്ഷ്മത, പിന്നെ നമ്മുടെ പ്രതിഭാരാഹിത്യം, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മൾ അതിനെ തോതി നമ്മുടെ ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ, അതിന്മേൽ നമ്മുടെ ഇരിപ്പ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടായിരിക്കാം ഈ പറയുന്ന കണക്കുള്ള നമ്മൾ 1 സെൻറ്റിമീറ്റർ താഴ്ന്ന് ഖനനം ചെയ്തു വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കിട്ടാതിരിക്കാം ചിലത്. ഇപ്പം ഈ ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് അതിനോടുള്ള ഒരു ആശയം എപ്പോഴും ഉണ്ടാവും. ഈ കഥാസന്ദർഭം ആ സമയത്ത് വന്ന് നമ്മളെ സമീപിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അത് അപ്പോഴാണ് ഈ ആശയം ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ആശയം എപ്പോഴും ഉണ്ടായി. അതെ, ഈ ആശയം എന്ന് വെച്ചാൽ നമ്മുടെ നിരന്തരമായി റെവർബറേഷൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാസന നമുക്ക് ഈ കഥാസന്ദർഭം തരുന്നതാണ് പിന്നെ ഒരു ഇതിലേക്ക് പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മുടെ ഈ റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള റൈറ്റേഴ്സ് പല റോണറുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ റൈറ്റേഴ്സിൻ്റെ ഉള്ളിലെ ഈ അണുക്കളുടെ റെവർബറേഷൻ ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്കുണ്ടാക്കുന്ന റെവർബറേഷൻ പിന്നെ സന്തോഷം ഉണ്ടാവണമെന്നില്ല, സന്തോഷം ഉണ്ടാകുന്ന വേറൊരാളുണ്ടാവണമെന്നില്ല. എല്ലാവരും അതിൻ്റെ തോതുകളെയും ഇതിനെ എടുക്കുന്നത് പല മട്ടിലും ഈ സംഗതികളിലാണ്. ചിലർ പരപ്പിൻ്റെ അകത്ത് വന്നിട്ട് വലിയ ആയത്തിലേക്ക് ആ കഥാസന്ദർഭങ്ങൾ പോകും. ചിലരെന്ന് വെച്ചാൽ ചിലപ്പോൾ വെർട്ടിക്കലായിട്ടായിരിക്കും, അതിൻ്റെ ഗാഢതയിലേക്കായിരിക്കും ഇതിൻ്റെ യാത്ര, ഈ ഫിക്ഷൻ്റെ സാധനങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ്
പല വിധത്തിലുള്ള റീഡേഴ്സിനെ കാറ്റർ ചെയ്യുന്ന തരത്തിലുള്ള വലിയ വലിയ ഓണേഴ്സിലുള്ള ഇതിങ് വരുന്നതും പല മട്ടിലുള്ള എഴുത്തുകളാണ്. അപ്പം നമ്മളുടെ റിവർബറേഷൻ ഇതുമൊക്കെയായി പിടിച്ച് അതത് ഫിക്ഷൻ റൈറ്റേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. തിരിച്ചുകൊണ്ട് നമ്മളിപ്പം ഈ പരപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള പിന്നെ ഈ വൈബ്രേഷൻ്റെ തിരശ്ചീനമായ പിന്നെ ഇതിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ എനിക്കിതിൻ്റെ ആഴങ്ങളും കൂടെ അറിയണം എന്നുള്ള രീതിയിൽ തിരിച്ചു പോയി ഇത് ചെയ്യുന്ന റീഡേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിന് പരസ്പര ബന്ധിതമായി വരുന്ന ഒരിതുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഈ ഫിക്ഷൻ നിർമ്മാണ കലയുമായി ബന്ധപ്പെട്ട നിരീക്ഷണം. ഞാൻ പറയണേ ഇപ്പോൾ അത് ശരി. അതുപോലെ തന്നെ ചിലപ്പോൾ ചെറിയൊരു കഥാസന്ദർഭം നമുക്ക് ട്രിഗർ ചെയ്ത് കിട്ടും. ട്രിഗർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്ഞാനഭാരം എന്നുള്ള നോവൽ എഴുതുന്നതിനെ പറ്റി ഞാൻ പറയാം. നോവൽ എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡാറ്റയുടെ അല്ലെങ്കിൽ അറിവുകളുടെയൊക്കെ വലിയ ആധിക്യമാണ്. നമുക്ക് പണ്ട് കാലത്ത് നമുക്കൊരു പുസ്തകം എടുക്കാനായിട്ട് നമ്മൾ മാസങ്ങളോളം കാത്തിരുന്നിട്ട് ഒരു ലൈബ്രറിയനോട് പറഞ്ഞ് അത് അവസാനം കിട്ടുമ്പോൾ ചിലപ്പോൾ ചട്ടയൊക്കെ പോയ പുസ്തകമായിരിക്കും, അവസാനത്തെ ഈ ക്ലൈമാക്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ പുസ്തകമൊക്കെ ആയിരിക്കും ലൈബ്രറിയിൽ നിന്ന് കിട്ടും. ഇന്നതല്ല, ഇന്ന് ഏത് പുസ്തകവും വിരൽത്തുമ്പിലുണ്ട്, എപ്പോൾ വേണമെങ്കിൽ കിട്ടും. നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം മാത്രമേ കിട്ടാത്തുള്ളൂ. ഒരുപാട് പുസ്തകങ്ങൾ കയ്യിലുണ്ടാവാൻ ഒരുപാട് ഇന്ന് ഇറങ്ങുന്ന പുസ്തകം വരെ കിട്ടാനുള്ള സൗകര്യമുണ്ട്. അത് വായിക്കുന്നുണ്ടോ, വായിക്കാനുള്ള സമയം എപ്പോഴും ഒരേപോലെ തന്നെയുള്ളൂ. ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നാരായണൻ്റെ ഉപമയിൽ ഉണ്ടാവുന്ന ഈ ധൃതി തിരക്കുകളൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഒരാൾ വായിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നു. വിജ്ഞാനം എന്നുള്ളൊരു വിഷയം, ഡാറ്റ ഒരുപാട് കയ്യിലുള്ള ആൾക്കാരാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി എല്ലാ വിവരമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രളയം പോലെ നമ്മൾ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ ഞാൻ ഈ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ റൈമൺ കാർവറുടെ കഥകൾ വായിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ കഥ വായിക്കുമ്പോൾ പിന്നെ ഒരു പുനർവായന. ഒരിക്കൽ ഞാൻ ഈ ഫെദേഴ്സ് കൊണ്ടൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ, തൂവലുകൾ. ഒന്നുമില്ല, ഒരു ഫാക്ടറി തൊഴിലാളിയും ഭാര്യയും കൂടി ഇയാളുടെ സഹപ്രവർത്തകൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഒരു വൈരൂപ്യത്തെ പറ്റിയുള്ളൊരു കഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മയിൽ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നത്, അത് നമുക്ക് സാധാരണ ഒരു സൗന്ദര്യമാണ്. ഇതൊക്കെ നേരെ തിരിച്ചാണ്. അതിൽ അവർ കാണാൻ പോകുന്ന കുട്ടി ലോകത്തെ ഏറ്റവും മോശം, അങ്ങനെ പറയാൻ പാടില്ല, എങ്കിൽ പോലും അങ്ങനെയുള്ളൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വൈരൂപ്യത്തെ പറ്റിയുള്ളൊരു കഥയാണ്. അപ്പോൾ ഇത് ചെന്നിട്ടുള്ള ഈ ആതിഥേയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി സഹപ്രവർത്തകൻ്റെ ഭാര്യ പറയാണ്, ഈ കുട്ടിയെപ്പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയുടെ മുത്തച്ഛൻ മഹാനായിരുന്നു എന്ന് പറയും. അതായത് ഈ പറയുന്ന ആളുടെ അച്ഛൻ, ഈ സ്വന്തം മകൻ്റെ മുത്തച്ഛൻ എന്ന് വെച്ചാൽ ഇവളുടെ അച്ഛൻ വളരെ മഹാനായിട്ടുള്ള ഒരാളായിരുന്നു. കാരണം ഒരു 16 വയസ്സാകുമ്പോഴേക്കും വിശ്വവിജ്ഞാനകോശം, എൻസൈക്ലോപ്പീഡിയ മുഴുവൻ കാണാപ്പാടം പഠിച്ചു, അല്ലെങ്കിൽ കാണാപ്പാടല്ല മുഴുവൻ വായിച്ചു കഴിഞ്ഞൊരു മഹാനായിരുന്നു. 16 വയസ്സിനുള്ളിൽ എത്രയോ വോള്യമുള്ള വിശ്വവിജ്ഞാനകോശം വായിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ചോദിക്കുകയാണ്, അപ്പോൾ ഇത്രയും മഹാനായിട്ടുള്ള ആൾ 16 വയസ്സ്, ഇപ്പോൾ ജീവിതത്തിൽ എന്തായി തീർന്നിരിക്കും? 16 വയസ്സിൽ ഇതാണെങ്കിൽ ഒരു വലിയ യുവപ്രതിഭയാണ്. നമ്മൾ കുട്ടികളെ പുസ്തകമൊക്കെ എഴുതിക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ടല്ലോ, പ്രോഡിജികളാണ്. അപ്പോൾ എന്തായി തീർന്നിട്ടുണ്ടാവും എന്നുള്ള ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ഒരു സർക്കാസത്തോടെ പറയാണ്, ഒന്നും ഉണ്ടായൊന്നുമില്ല. ഇങ്ങനെ ഇദ്ദേഹം കാട്ടിലേക്ക് പോവായിരുന്നു. കാട്ടിൽ പോയപ്പോൾ മരം മുറിക്കുകയായിരുന്നു ആൾക്കാർ. ഒരു മുറിച്ച മരം ഇയാളുടെ തലയിൽ വീണിട്ട് ഇയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. വല്ലാതെ വളരെ സറ്റിലായിട്ടുള്ളൊരു ഹാസ്യം അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തൊക്കെ വായിച്ചാലും ജീവിതത്തിൻ്റെ ഒരു പരിധിയും പരിമിതിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളരെ സൂക്ഷ്മമായിട്ടൊരു കഥയിൽ വളരെ ആനുഷംഗികമായിട്ട് പറഞ്ഞു പോകുന്ന, യഥാർത്ഥമല്ല അതിൻ്റെ കഥയുടെ പ്ലോട്ട് അതല്ല, എങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗമാണ്. ഞാൻ നോവലിൻ്റെ തുടക്കത്തിൽ അത് തർജ്ജമ ചെയ്ത് ചേർത്തിട്ടുമുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ വിജ്ഞാനത്തെ പറ്റി, വിജ്ഞാനം ബാധിച്ചിട്ടുള്ള, വിജ്ഞാനത്തിൻ്റെ ദംശനമായിട്ടുള്ള നമ്മുടെ തലമുറ എങ്ങനെയാണ് ഈ ജ്ഞാനം വിജ്ഞാനം തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് അറിവുകൾ വരുന്നു. എന്നാൽ ഒരു ആധ്യാത്മികമായിട്ടല്ല, ആധ്യാത്മികം ഞാനൊരു മതപരമായിട്ടുള്ള അർത്ഥത്തിലല്ല, നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ധ്യാന സ്വഭാവം ഏറ്റെടുക്കുന്നുണ്ടോ, ഒരു കാര്യത്തെ നമ്മൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള നോവലുകളുടെ ട്രിഗർ ചെയ്ത് കിട്ടുന്നത്. അത് നമുക്ക് എപ്പോഴാണ് വരികയെന്നറിയില്ല. സത്യത്തിൽ ഈ നോവലൊക്കെ നമ്മുടെ ഉള്ളിൽ മുമ്പുണ്ടായിരിക്കാം. ശേഷം ഒരു ഘട്ടം അവിടെ എത്തുമ്പോൾ അത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു നോവൽ എഴുതുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരും നോവൽ എഴുതുന്നത് കഥ പോലെ അങ്ങനെ ചുരുക്കി ഇപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയായിരുന്നു. വളരെ സാന്ദ്രമായിട്ട് വളരെ ബുദ്ധിമുട്ടി എഴുതുന്ന ഒരു സംഭവമാണ് കഥ. പക്ഷെ നോവലിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വിസ്തൃതമായിട്ട് ഒന്ന് കിടക്കാം, ഒന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ചില ഭാഗങ്ങളിലെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ നോവൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു കാലഘട്ടത്തെ നമ്മൾ, പ്രത്യേകിച്ച്
പ്രത്യേകിച്ചും പല നോവലുകൾ, ഇപ്പോൾ ആനോ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഒരു വലിയ യാത്രയുണ്ട്, അതിൻ്റെ പുറകിലും പിന്നിലൊക്കെ കൊളോണൈസേഷനെ പറ്റിയിട്ടുള്ളതുണ്ട്, ക്രിസ്തുമത നവീകരണത്തെ പറ്റിയിട്ടുള്ള വലിയ ചർച്ചകൾ വരുന്നുണ്ട്. ഇതൊക്കെയുള്ള ഈ ഗവേഷണം എങ്ങനെ ഇന്ദുഗോപൻ ഇതിൽ ചെയ്യുന്നു? ഗവേഷണത്തെ പറ്റി നമുക്ക് രണ്ടുപേരോടും പറയാം, പക്ഷേ ഞാൻ ഇന്ദുഗോപൻ തുടക്കത്തിൽ തുടങ്ങി വെക്കട്ടെ എന്ന് വിചാരിക്കുന്നത് എൻ്റെ ഒരു. അതെ അതെ, ഗവേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഒന്ന് ഞാനിത് ഈ ദീർഘമായ പദ്ധതികൾ, ഫിക്ഷൻ്റെ പിന്നിലുള്ള ദീർഘമായ പദ്ധതികൾ എന്ന് പറയുന്നത് റൈറ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് മേലിലാണ് ഞാൻ ഈ ആനോയെ അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ, ഞാൻ 2013 ഇതേ സംബന്ധിച്ചുള്ള ലേഖനം വായിക്കുന്നത് വെച്ചാൽ ഇങ്ങനൊരു ആനയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലോഗ് ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ ആ പുസ്തകം വരുത്തുകയും ഈ ദി പോപ്സ് എലിഫൻ്റ് എന്ന് പറഞ്ഞ പുസ്തകം വരുത്തി അതിന്മേൽ 2015 അതിന്മേൽ പഠനം 2013 ആരംഭിച്ചുകൊണ്ട് 2015 മനോരമയിൽ ഒരു കവർ സ്റ്റോറിയായിട്ട് ഇത് വരികയാണ്, ഏതാണ്ട് ഒരു 500 വർഷത്തിന് ശേഷം. അപ്പോൾ ഇത് എന്തൊരു വലിയ ഒരു ചാൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇത് നമ്മൾ പറയപ്പെടാതെ പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മധ്യകാല യൂറോപ്യൻ ചരിത്രത്തിൽ ഭയങ്കരമായി ഇടപെട്ട അതൊരു മനുഷ്യനല്ല, ഒരു ജീവിയാണ് എന്നുള്ളൊരു സങ്കല്പം. അതിൻ്റെ ഒപ്പം മൈക്കിളേഞ്ചലോ, നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച മൈക്കിളേഞ്ചലോ അല്ലെങ്കിൽ ഇവരുടെ നവോത്ഥാന കാലം എന്നൊക്കെ പറയുന്നതിനൊപ്പം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അത് മലയാളം മാത്രമേ മനസ്സിലാവത്തുള്ളായിരുന്നു എന്നുള്ളതും മലയാളത്തിലായിരുന്നു അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്നുള്ളതും ഒക്കെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ റാഫേൽ ഇതിൻ്റെ പടം വരച്ചു. ഇത് കഴിഞ്ഞ 450 വർഷത്തിന് ശേഷം ഇത് കൊണ്ടുപോയി എന്ന് പറയുമ്പം നമുക്കുണ്ടാകുന്നൊരു ഉത്സാഹമുണ്ടല്ലോ. പക്ഷെ നമുക്കറിയാം ഇത് എളുപ്പപ്പെട്ട ഒരു പണിയല്ല എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലേഖനം എഴുതിയത് തന്നെ ഞാൻ നോവലായിട്ട് എഴുതണമെന്ന് ആലോചിച്ച് പറ്റത്തില്ല എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഈ ലേഖനമായിട്ട് എഴുതുന്നത്. ഏതെങ്കിലും ചെറുപ്പക്കാർ ഇത് കണ്ടിട്ടോ ഇത് ചെയ്തിട്ടോ ഇതിനെ. അപ്പം ഞാൻ അതുവരെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചു. ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ ഇത് കൊടുക്കാനായിട്ട് കാരണം വെച്ചാൽ ഇത് അപകടം പിടിച്ചൊരു ഏർപ്പാടാണല്ലോ എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരാളൊക്കെ ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും അവർ അതിനെ ഇത് ചെയ്തില്ല. അപ്പോൾ ഇത് പതുക്കെ കൊണ്ട് അവിടെ നോട്ടുകളെടുക്കും. ഇത് ചെയ്തപ്പം എനിക്കിത് പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ ഇതെന്നെ വിടാതെ പിന്തുടരും. ഇത് നമ്മളിങ്ങനെ ഒരു തലയണുറ വാങ്ങിച്ചതിൻ്റെ ഇതൊരു സാധനത്തിൻ്റെ അകത്തേക്ക് ഇതിടുന്നു, അടയ്ക്കുന്നു, ഒരു സ്ഥലത്തേക്ക് തള്ളുന്നു. ഭയമാണ് നമുക്ക്. പക്ഷെ പിന്നെയും ഇതിങ്ങനെ ആന ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് വരിക. അങ്ങനെയാണ് ഞാനത് തീരുമാനിക്കുന്നത് ഇത് എഴുതാനായിട്ട്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ 500 വർഷം മുമ്പുള്ള ഈ കാലയളവിലുള്ള കണ്ടമാനം പുസ്തകങ്ങളുണ്ട്. ബർബോസയുടെ രണ്ട് ഭാഗമുള്ള പുസ്തകങ്ങൾ മുതൽ അന്ന് മുതലുള്ള എല്ലാ സംഗതികളും ഉണ്ട്. മലയാളത്തിലും ഒന്നുമില്ല. മലയാളത്തിൽ ഒന്നുമില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഈ സാമൂതിരി ആരാന്ന് പോലും നമുക്ക് അറിയത്തില്ലല്ലോ, പുള്ളിയുടെ പേരോ. സാമൂതിരി നമുക്കൊരു ഇതായിരുന്നു. അവരാണെങ്കിൽ ദിവസം റിപ്പോർട്ടുകൾ എഴുതി അയക്കുന്നുണ്ടായിരുന്നു ഈ സംഗതി. ആ ചരിത്രം വെച്ചാണ് നമ്മുടെ ഭാഗം വെച്ച് കൂട്ടി യോജിപ്പിക്കുകയും ചില നമ്മൾ ഫോക്ലോർ പോലെയോ അല്ലെങ്കിൽ കൈമാറി വന്ന ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ വെച്ച് മാത്രമേ ഉള്ളൂ, നമുക്കല്ലാതുള്ള ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ വളരെ ഒരു പെൺകുട്ടിയെ ബാലരമ ഡൈജസ്റ്റ് ഒക്കെ എഴുതുന്ന പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് രാത്രി 2 മണിക്ക് 3 മണിക്ക് ഇത് കുഴിച്ചിറങ്ങണമല്ലോ, ഈ ഖനനം എന്ന് പറഞ്ഞൊരു സാധനം. ഇതെല്ലാം വെച്ച് ഞാൻ ഓരോ പറയുന്ന ഇന്നാളുടെ പ്രകൃതം വേണം, ഇന്നാൾ ഇത് ചെയ്തു, ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചിട്ട് ഒരു ബൈബിൾ പോലെ ഒരു സംഗതി ഓരോ ക്യാരക്ടറിനെ വെച്ചിട്ട്. അതിനുശേഷം പ്രിയയ്ക്ക് സർക്കാർ ജോലി കിട്ടി, ഇത് ചെയ്തു. അപ്പോൾ ഞാൻ ഏറ്റവും ഒട്ടുമേ ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു റൈറ്ററാണ്. ഞാൻ അടുത്ത ചാപ്റ്റർ ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത് എന്ന് വെച്ച് എഴുതുന്ന തരത്തിൽ. അതും നമ്മൾ ഈ ഫിക്ഷൻ്റെ ഇതിൻ്റെ അകത്തുള്ളതാണ്. നമ്മുടെ കോഴിക്കോട് വെച്ചിട്ടുള്ളൊരു മീറ്റിങ്ങിൽ ബെന്യാമിനും ടി.ഡി. രാമകൃഷ്ണനും കൂടെ ഉള്ള ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് അവർ പറഞ്ഞു അവർക്ക് 16 ചാപ്റ്റർ ഒരു ഉദ്വേഗകരമായ സാധനമാണ്, അതാണ് അവരുടെ അപ്പോഴത്തെ ആവേശം എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി ഇത് ചെയ്ത് പോകാം എന്ന് പറഞ്ഞു. അതുവരെ ഞാൻ ആലോചിച്ചില്ല അങ്ങനെ ഒരു സാധ്യമാകുന്നു എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ തരം പ്രക്രിയ. എൻ്റെതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആൾ വികസിച്ച് പോകുന്നതാണ്. അതിന് ഗുണവും ദോഷങ്ങളും ഉണ്ട്. അതിന് കൃത്യമായി എൻഡിങ്ങനെ ആവുന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നുമേ പറ്റത്തില്ല. പക്ഷെ അതിന് വേറൊരു തരം ഒരു യാത്ര. അപ്പോൾ
അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ ഈ ഗവേഷണത്തിൽ പിന്നീട് നമ്മൾ അതിന്മേലും കൂടെ ഇരിക്കുന്നത്, അതിന്മേൽ വരുന്ന സാധനം കൂടുതൽ വിവരങ്ങൾ ചോദിക്കുക. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഗവേഷണത്തിന് ഒരാളിനെ വെച്ച് ഇതിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്ത്. സാമാന്യഗതി നമ്മുടെ ഇതിൽ അതങ്ങനെ നമ്മളങ്ങനെ ഉപയോഗിക്കാനുള്ള ഇതുമില്ല. അതിന് തക്ക ഒരു പിന്നെ ഒരു സാമ്പത്തിക അവസ്ഥ മറ്റ് സംഗതിയിൽ മറ്റൊന്നും നമ്മുടെ കേരളത്തിലുള്ള റൈറ്റേഴ്സിന് അത്ര ഇത് നമ്മൾ പ്രൂഫ് വായിക്കുന്നത് മുതൽ ഓരോ കാര്യങ്ങളും ചെയ്യത്തോട്ട് എല്ലാ സംഗതികളും വേണ്ടതും വേണ്ടാത്തതും ചെയ്യുന്നത് ഈ റൈറ്റർ തന്നെയാണ്. അതൊരു ചെറിയ ഭാഷയിലുള്ള എന്നുള്ള ഈ ഫിക്ഷൻ റൈറ്റർ തന്നെയാണ് കുത്തിടുന്നതും കോമ ഇടുന്നതും തിരിച്ച് അവിടെ നിന്ന് വന്ന രണ്ടാമത്തെ സാധനം വരുന്നതും പിന്നെ തിരുത്തലുകൾ വരുത്തുന്നതും മുതൽ ഉള്ള അയാളുടെ ഫാക്ടറി എന്ന് പറയുന്നത് വേദനകളെയും നിരാശകളുടെയും ഇതിൻ്റെയും ജൽപ്പനങ്ങളുടെയും ഭ്രാന്തമായ പിന്നെ അവസ്ഥകളുടെയൊക്കെ ഇതാണ്. അത് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട ഒരു 60% പണി നമുക്കൊരാളും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് നമുക്ക് കുറേ കൂടെ നമ്മളെ പ്രൊഡക്ടിവിറ്റി അതിൻ്റെ ഇതൊക്കെ നമുക്ക് തോന്നും. പുറത്തൊക്കെ അങ്ങനെയാണ്. നമുക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ഇല്ല. അതിനെയൊക്കെ ഉല്ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ റൈറ്റേഴ്സ് പല ആൾക്കാരും പിന്നെ നല്ല ഉണ്ടാകാനായിട്ടുള്ള ശ്രമങ്ങളും ഇതും നടത്തുന്നതെന്നുള്ളത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇതതിൻ്റെ ഒരു ലക്ഷറി എന്നല്ല, നമ്മുടെ പ്രായങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്ന ശരീരക്ഷതം വെച്ചിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമെന്ന് തന്നെ പറയാം ഒരു പക്ഷേ. ഇതിൽ ഇപ്പോൾ ഈ നോവലിനെ പറ്റിയിട്ടുള്ള ഗവേഷണം അത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗവേഷണം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അതേ സമയം എനിക്ക് തോന്നി ഗവേഷണം ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു എഴുത്തുകാരൻ പണ്ഡിതനായിട്ട് മാറാതിരിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പണ്ഡിതനാവുന്നതോട് കൂടിയിട്ട് ഒന്നും ഉപേക്ഷിക്കാൻ തോന്നില്ല നമുക്ക്. ഇതെല്ലാം മറ്റേ നോവലിൽ കൊണ്ടിടണം എന്ന് തോന്നും. ഹെമിംഗ്വേ പറയാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 ഭാഗം മാത്രം പുറത്ത് വെക്കണം, ബാക്കിയുള്ളതൊക്കെ താഴെ നിൽക്കണം എന്ന് പറയും. ഐസ്ബർഗിനെ പറ്റിയിട്ടാണ് പറയാം. ഒരു മഞ്ഞുകട്ടിയുടെ ഒരു ചെറിയൊരു തുമ്പ് മാത്രമേ മുകളിൽ നിൽക്കാൻ പാടുള്ളൂ, ബാക്കി മുഴുവൻ അയാളുടെ ഉള്ളിലുണ്ടാവണം എന്ന് പറയും. ഈ ഇങ്ങനെയുള്ളൊരു ചരിത്ര നോവലിൽ മുഴുവൻ നടക്കും തോന്നുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ പുതിയ എൻ്റെ നോവലിൻ്റെ ഒരു സാഹചര്യം പറയാം. ഇതേതാണ്ട് ഈ ജ്ഞാനഭാര സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചാണ്. പക്ഷേ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗവേഷണം ചെയ്തിട്ടുണ്ട്. അതായത് ഈ സിന്ധു നാഗരികതയുടെ ലിപി ഉണ്ടല്ലോ, വായിക്കപ്പെടാത്ത ലിപികൾ. അപ്പോൾ ഇന്നാളെ എന്നോട് ഒരാൾ ചോദിച്ചു അതിനെപ്പറ്റി ഒരു ചർച്ചയിൽ. അപ്പോൾ അത് ഒരിക്കലും നടക്കണ കാര്യമില്ല. പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ വായിച്ചു പോയതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചില സ്ഥലങ്ങളിൽ പോയി, ഇപ്പോൾ നാഷണൽ ആർക്കൈവ്സിൽ അതുപോലെ നമ്മുടെ ഡൽഹിയിലുള്ള മ്യൂസിയങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ചില ലേഖനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈന്ധവ ലിപികൾ വായിക്കുകയാണെങ്കിൽ $1 മില്യൺ സമ്മാനം കിട്ടും. ആരെങ്കിലും താല്പര്യമുണ്ടെന്ന് നോക്കാവുന്നതാണ്. നല്ല പൈസയാണത്. $1 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ $10 ലക്ഷം, കോടി രൂപയ്ക്ക് മുകളിൽ വരും. അപ്പോൾ അതുപോലെ തന്നെയല്ല ഈ ഐരാവത മഹാദേവൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ളൊരു എപ്പിഗ്രാഫിസ്റ്റ് ഉണ്ട്. അദ്ദേഹം IAS രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഈ ലിപി പഠിക്കാനായിട്ട് ഇറങ്ങിയത്. അദ്ദേഹം കുറച്ച് കാലം മുമ്പ് മരിച്ചുപോയി. വളരെ പ്രധാനപ്പെട്ട ആൾക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ബ്രാഹ്മി ലിപികൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. ബ്രാഹ്മി ലിപി ആദ്യമായി വായിച്ച ഒരു വലിയ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രൂപമുള്ള അല്ലെങ്കിൽ സാദൃശ്യമുള്ളൊരു ക്യാരക്ടറിനെ ഞാൻ ഈ നോവലിൽ ഉപയോഗിക്കുന്നുണ്ട്, ഡോക്ടർ സന്താനം എന്ന് പറഞ്ഞിട്ട്. അതിൽ IAS അല്ല, അദ്ദേഹം മിലിറ്ററി ഇതിലുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ലേഖനങ്ങൾ, ഇദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം, ഇൻ്റർവ്യൂസ്, ഇതിലൊക്കെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ചില കഥാപാത്ര നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ചില സാദൃശ്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഈ വട മീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട്. ഇദ്ദേഹം തമിഴ്നാട്ടുകാരനായതുകൊണ്ടാണ് ഒരുപക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റിയത്. തമിഴ് ലിപികളായിട്ടൊക്കെയാണ് സാദൃശ്യം സൈന്ധവം. ഇതുവരെ കണ്ടുപിടിച്ചില്ല. എന്നാലും കാരണം ഒരു മീൻ ചിഹ്നം എഴുതുന്നു. മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ മത്സ്യമല്ല, അവരുപയോഗിക്കുന്നത് മിന്നുന്നത് എന്നാണ്. മീൻ എന്ന് പറയുന്നത് നക്ഷത്രമാണ് മീൻ. അപ്പോൾ അത് അതിൻ്റെ നമ്മൾ അറബി എഴുതുന്ന പോലെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് എഴുതി പോവാണ്. അപ്പോൾ മീൻ വെച്ചു. പിന്നെ ഒരു വൃക്ഷം, ആൽമരമാണ് വെക്കുന്നത്. അത് വടവൃക്ഷമാണ്. ആൽമരം വെച്ചാൽ വടവൃക്ഷം. അപ്പോൾ വട മീൻ എന്നാണ്. അതായത് തിരിച്ചല്ലേ വായിക്കുന്നത്. മീൻ തിരിച്ച് ആദ്യം ആല് വയ്ക്കുന്നു, പിന്നെ മീൻ വയ്ക്കുന്നു. അപ്പോൾ വട മീൻ. അതിൻ്റെ വടവൃക്ഷം മീൻ. വട എന്ന് പറയുന്നത് തമിഴിൽ ഇപ്പോഴും അതിൻ്റെ നിഷ്പത്തിയൊക്കെ അതിൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ വടക്കാണ് നമ്മുടെ. അപ്പോൾ വടക്കൻ നക്ഷത്രം എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിക്കുക. ധ്രുവ നക്ഷത്രമാണെന്നുള്ളത് അദ്ദേഹം ഊഹിക്കുകയാണ്. അപ്പോൾ ഈ മീനുകൾ ഇപ്പോൾ 7 മീൻ വയ്ക്കുമ്പോൾ സപ്തർഷി മണ്ഡലം വയ്ക്കുന്നു. അപ്പോൾ 7 മീൻ എന്ന് വയ്ക്കുക. അത് തമിഴായതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റി. വേറൊരു ഭാഷക്കാരനാണെങ്കിൽ അത് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള വായനകൾ നമുക്ക് കൗതുകമുണ്ട്. പക്ഷേ ഞാനത് കൂടുതൽ പഠിക്കുകയും അത് നോവലിൽ അധികം എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ
നോവൽ പിന്നെ ആരും വായിക്കാൻ സാധ്യതയില്ല. അപ്പം അതിൻ്റെ ചില പ്രതിസന്ധികളുണ്ട്. ഗവേഷണം എവിടെ നിർത്തണമെന്നും കൂടി എഴുത്തുകാരെ അറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതലില്ലെങ്കിൽ കുറച്ച് സംസാരിച്ചിട്ട് ഇനി ഇവരുടെ അല്ല, ഇതിൻ്റെ തപോമയുടെ അച്ഛൻ്റെ ഇതിൻ്റെ നിഗൂഢ ഭാഷയിലേക്ക് എത്തുന്ന ഒരു സംഗതികളിലേക്ക് വരുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ പറയുന്ന കണക്ക് അതിൽ നമ്മൾ ലയം കൊള്ളുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പാഠവുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ തന്നെ എന്തെല്ലാം നിഗൂഢ ഭാഷകൾ ലോകത്തുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള യാത്രയും നമ്മൾ പഠിച്ച് ഗവേഷണം നടത്തിപ്പോയി കഴിഞ്ഞാൽ നോവൽ അവിടെ കിടക്കുകയും ചെയ്യും എന്ന് പറയാം. അപ്പം നമ്മൾ നിരാശയോടുകൂടി നമ്മൾ നിർത്തേണ്ട ഒരു ഘട്ടമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞതിന് ശേഷം ഷെഡ് ചെയ്ത് കളയേണ്ട ഒരു സംഗതിയുണ്ട്. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞത് ഈ പുതിയ തലമുറയിലുള്ള റൈറ്റേഴ്സിനാണെങ്കിലും പുതിയ തലമുറ എഴുത്തുമായി ബന്ധപ്പെട്ടല്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും പുതിയ തലമുറയിൽ ജീവിക്കുന്ന നമ്മളെ പ്രായമുള്ള മനുഷ്യരാണെങ്കിലൊക്കെയും ചെയ്യേണ്ട സാധനം വെച്ചാൽ ഇതൊരു ഭയങ്കര കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ്. ഇൻഫർമേഷൻ്റെ ഒരു ഭയങ്കര കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ്. ഈ പുഴയിൽ നിന്ന് നമുക്ക് ഇറങ്ങാതെ നിവർത്തിയില്ലത്. കരയിൽ മീൻപിടുത്തം നടക്കത്തില്ല ഇനിയുള്ള ജീവിതത്തിൽ. അപ്പം നിങ്ങൾ ആ കുത്തൊഴുക്കിൽ പെടാതെ നിങ്ങളൊരു വശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം കുടിച്ചേ പറ്റൂ, നിങ്ങൾ ഈ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുകയും അതിൻ്റെ കുത്തൊഴുക്കിൽ നിന്ന് മാറി നിന്ന് അതിൻ്റെ ലയം ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പുതിയ കാലത്തെ ജീവിതത്തിലെയും അല്ലെങ്കിൽ ഫിക്ഷൻ റൈറ്റേഴ്സ്, ഫിക്ഷൻ വായനക്കാർ, മനുഷ്യരൊക്കെയും പിന്നെ ഈ ഗുണഫലമാവുന്നത്. അല്ലാതെ എനിക്ക് ഭയങ്കര അറിവുള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് ഞാനിതിൻ്റെ കുത്തൊഴുക്കിൽ ചെയ്തോട്ടെ, അറിവ് അധികം പാടില്ല. അതാണ് നേരത്തെ സന്തോഷം പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ അതിപാണ്ഡിത്യം എല്ലാം വന്നു അവസാനം വന്നിട്ടൊരു മരക്കം പൊടിഞ്ഞ് നമ്മുടെ തലയിൽ കൂടെ വീഴുന്നൊരു സമയങ്ങളിൽ പിന്നെ ഈ കേവലം ശരീരപ്രകൃതിയിൽ പണ്ഡിതനും പാമരനും തമ്മിൽ വലിയ വ്യത്യാസം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പം ഈ ജീവിത സന്ദർഭങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ തലം കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ വായനക്കാർക്ക് ആ ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കുകയും ആ കഥാപാത്രം എത്ര കണ്ട് മഹാനാണെങ്കിലും അതിൻ്റെ അയാളുടെ ജീവിത ഘട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് ഏത് വലിയ കഥാപാത്രമാണെങ്കിലും എന്നുള്ളൊരു ഒരു ധാരണയുടെ ജീവിതമാണ് സത്യത്തിൽ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആകുലതകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിഭ്രാന്തിയാണ് സത്യത്തിൽ ഫിക്ഷൻ റൈറ്റർക്കത്. ആ പരിഭ്രാന്തിയിൽ നിന്ന് ഈ ഇൻഫർമേഷൻ്റെ ഇതിൻ്റെ എല്ലാം കരയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ഗൂഗിൾ ചെയ്തെടുക്കുന്നതല്ല ഫിക്ഷൻ എന്ന് തോന്നുന്നിടത്താണ് ഇന്നത്തെ കാലത്തുള്ള ഒരു ഫിക്ഷൻ്റെ വിജയം. എനിക്ക് ഒരു ഗൂഗിളിലും എനിക്ക് കിട്ടാത്ത ജീവിത സന്ദർഭങ്ങളും എനിക്ക് തരുന്ന ചില സ്പർശങ്ങളുമാണ് സ്പർശങ്ങൾ അല്ലാതെ ആഘാതങ്ങൾ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്പർശങ്ങളിൽ നിന്നാണ് അതിൻ്റെ ആഘാതം മാറി വരുന്നത് എന്നുള്ള നിലയ്ക്കാണ് പുതിയ കാല ഫിക്ഷൻ എന്നാണ് ഒരു ഇത് കൂടി പറഞ്ഞ് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ആവാം. അതായത് ഈ കൽപ്പറ്റ നാരായണ മാഷ ഒരു കവിതയുണ്ട്, വരികൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതായത് ഒരു അന്ധൻ ഇങ്ങനെ ഒരു വലിയ തിരക്കുള്ള റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അന്ധൻ്റെ ഒപ്പം കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചയുണ്ടെന്നുള്ള ധാരണ കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു അരമണിക്കൂർ നിന്നാൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം അന്ധൻ എല്ലാ കാലവും ഉണ്ടായിരുന്ന വഴികളിലൂടെ അദ്ദേഹം നേരെ അപ്പുറത്തേക്ക് തിരിച്ചു പോയി എന്നാണ് കവിതയുടെ അതിൻ്റെ കറക്റ്റ് വാക്ക് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എല്ലാ കാലവും അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, ആ വഴി അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയും. ഇതാണ് ഈ ഫിക്ഷൻ റൈറ്റർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു മുൻവിധികളില്ലാത്ത ഒരു അന്ധനാണ്. അദ്ദേഹം യാത്രികൻ, അയാൾ കടന്നു പോകുന്നു. അദ്ദേഹത്തെ വണ്ടി വന്ന് ഇടിക്കുകയാണെങ്കിൽ ആ രചന പരാജയപ്പെട്ടു. അതല്ലാതെ അദ്ദേഹം കൃത്യമായി മുമ്പുണ്ടായിരുന്ന വഴി കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു രചനയ്ക്ക് ഒരു സാഫല്യം അടിയിലൂടെയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. നമസ്കാരം. അല്ല എല്ലാവരും കാണുകയില്ലല്ലോ. പേരും പറയും. എൻ്റെ പേര് സാബു എന്നാണ്. അപ്പോൾ സന്തോഷ് കുമാർ ക്ഷമിക്കണം, എൻ്റെ ക്വസ്റ്റ്യൻ അത് കുഴപ്പമില്ല, ഗോവിൻ്റെ അടുത്താണ്. അപ്പോൾ താങ്കളെ ഞാൻ ആദ്യം വായിച്ചു തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണം വിശേഷാപ്രതിക്ക് വേണ്ടി താങ്കളൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു, ഒരു അഭിമുഖം നടത്തിയത് ഒരു റിട്ടയർഡ് കള്ളനെയാണ്. അതിനുശേഷം താങ്കൾ അതൊരു പുസ്തകമാക്കി, തസ്കരൻ എന്ന പേരിൽ പുസ്തകമാക്കി. അപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ താങ്കൾ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ 2/3 ഭാഗം കള്ളനും 1/3 ഭാഗം കള്ളന് കഞ്ഞി വെച്ച എനിക്കുമാണെന്ന്. അപ്പോൾ എനിക്കറിയേണ്ടത് ഈ കള്ളന് കഞ്ഞി വെച്ചപ്പോഴത്തേക്ക് ആ കഥയിൽ ഫിക്ഷൻ ഉണ്ടോ? കാര്യം വളരെ ഉദ്യോഗത്തോടെ വായിച്ചൊരു പുസ്തകമാണത്. അതിൽ എന്തെങ്കിലും ഫിക്ഷൻ ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, രണ്ട് തരത്തിലുള്ള ജീവിതായോധനവും ജീവിതോപാധിയൊക്കെ വന്നിട്ട് എൻ്റെ ചോറ് പത്രപ്രവർത്തനം ആയിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ഫിക്ഷൻ കലർത്തി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ. നമ്മൾ സ്റ്റോറിയാണ് ഇപ്പോൾ പത്രപ്രവർത്തനം എന്ന് വെച്ചാൽ സ്റ്റോറി എന്ന് പറയുന്നുണ്ടെങ്കിലും
അത് യാഥാർത്ഥ്യത്തോടുകൂടി ചേർന്ന് നിൽക്കണം. ഞാൻ ചില അടുക്കുകളും അടലുകളും ഉണ്ടാക്കി അതിനെ കെട്ടാനായിട്ടുള്ളൊരു കലയുടെ ഒരു സ്വർണ്ണ നൂല് അതിലേക്കൂടെ കയറിപ്പോയിട്ടുണ്ടാകാം എന്ന് ഞാനതിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള അനുഭവതലമുള്ള ആൾ, ആ അനുഭവതലത്തിനെയാണ് അത് നമുക്ക് യോജിക്കാം വിയോജിക്കാം. പക്ഷെ അയാളിൽ നമ്മൾ കാണാത്ത ഇരുട്ടിലൂടെ പോകുന്ന കാഴ്ചകൾ എന്ന് അതാണെന്ന് എന്നെ വിഭ്രമിച്ചത്. അതിൽ ഒരു ഫിക്ഷൻ റൈറ്ററുടെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൗതുകമോ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. മറ്റത് അതിൻ്റെ ആവശ്യകത വരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ് അനുഭവിപ്പിച്ചൊരു സാധനം അത്രയും എനിക്ക് അത് സംക്രമിപ്പിക്കാനായി കഴിഞ്ഞില്ല, അതിനകത്ത് കഴിഞ്ഞില്ല അത്രയും അതിൻ്റെ സാധനം. അതിൻ്റെ ഫിക്ഷൻ്റെ ഒരു ആവശ്യകത എൻ്റെ അടുത്തില്ല യഥേഷ്ടമായ. സർ നമസ്കാരം, എൻ്റെ പേര് കരോൾ എബ്രഹാം എന്നാണ്. കരോൾ എബ്രഹാം എന്നാണ് പേര്. രണ്ടുപേരോടും കൂടാണ് ചോദ്യം. ഒന്നാമത്തേത്, നിങ്ങളുടെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് ഇപ്പം ഒരു സ്പാർക്ക് കിട്ടും, ആ ആശയത്തെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനെ നമ്മളൊരു ഒരു കഥയുടെ ഒരു രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിമുറിച്ച് മാറ്റുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് എത്ര നാൾ എടുക്കാറുണ്ട്? ചിലർക്കത് വളരെ വേഗം സാധിക്കും, ചിലർ മാസങ്ങളോളം ഒരു കഥയുടെ പുറകെ ഇരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, കഥകൾ എഴുതാനായിട്ട് നിങ്ങളെ എങ്ങനെയാണ്, ഇപ്പം ഓരോ ദിവസവും പുതിയ പുതിയ എഴുത്തുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഒഴുക്കിൽ നിങ്ങളെ എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ അതെങ്ങനെയാണ് നിങ്ങൾ നവീകരിക്കുന്ന രീതി എങ്ങനെയാണ്? ഇത് രണ്ടും അറിഞ്ഞാൽ കൊള്ളാമെന്ന്. നമ്മൾ ഓരോ മിനിറ്റ് ഇതിന് സംസാരിക്കാം. ഞങ്ങൾ ഓരോരുത്തർ എഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഈ കഥയുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ എഴുതുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ കഥ എഴുതിയിട്ട് ഒരു 1.5 വർഷമായി. ഇപ്പോൾ എഴുതി ഒരു കഥ തീർക്കും. കഥ എഴുതി കഴിയുന്നതോട് കൂടിയിട്ട് അത് നമുക്ക് ഇഷ്ടമാവണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എഡിറ്റിങ്ങിൽ തുടങ്ങി. എഡിറ്റിംഗ് ഒരു വലിയ പ്രോസസ്സാണ്. ഒരുപാട് തവണ ഇങ്ങനെ മാറി ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ഒരു തവണ എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുക, മാറുക. പക്ഷെ എന്നാലും അത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം പോലെ അത് ശരിയായിട്ടില്ലല്ലോ എന്ന് തോന്നും. അതൊരു ഭയങ്കര പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണെങ്കിൽ അതിൽ നിൽക്കും. ഇപ്പോൾ പത്രാധിപർക്ക് അയച്ചാലും ചിലപ്പോൾ അയാളെ ബുദ്ധിമുട്ടിക്കും, വീണ്ടും വിളിച്ച് ഇന്ന വാക്യം ഒന്ന് മാറ്റണം, ഇന്ന വരി ഒന്ന് മാറ്റണം. ഇത് ചിലപ്പോൾ ഒരു വായനയിൽ ചിലപ്പോൾ ഒരാൾക്ക് തിരിച്ചറിഞ്ഞോളന്നില്ല. ഇപ്പോൾ നമ്മളൊരു കഥ എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡ്രാഫ്റ്റ് അവസാനത്തെ ഡ്രാഫ്റ്റും ചിലപ്പോൾ ഒരു 10% മാറുക ചിലപ്പോൾ. പക്ഷെ ആ മാറ്റം ഇങ്ങനെ വളരെ പ്രധാനമാണ്. ഓരോ തവണ ഇങ്ങനെ അത് ആളുകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ വളരെ നിസ്സാരം അത് പിന്നാലെ പോകുന്നുണ്ട്. കഥയിൽ പ്രത്യേകിച്ച് നോവലിലും ഉണ്ട്. നോവൽ പിന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കഥ ചിലവർ പറയും ഒരു 2 ദിവസം, അല്ല 2 ഒന്നല്ല, അതിങ്ങനെ ഒരുപാട് സമയം എടുക്കുന്നൊരു ഇതാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു 30 കൊല്ലമായിട്ട് കഥയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പഴയ കഥയുടെ ലാഞ്ചന വരരുത്, അല്ലെങ്കിൽ പഴയ കഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യത്യാസം വരണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്നാലും അന്തർധാരയായിട്ട് നമ്മുടെ ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ പിന്നാലെ അങ്ങനെ നടന്ന് പോവും. രണ്ടാമത്തെ കാര്യം കഥയിൽ അപ്ഡേറ്റഡ് ആവുന്നുള്ളത്. അത് ഈ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു ആൻറ്റിന അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ നമുക്കറിയാതെ അത് ഏതെങ്കിലും ഒരു വിഷയത്തും അത് പിടിക്കും, അത് സ്വാഭാവികമായിട്ടും കിടക്കും. അതിങ്ങനെ നമ്മളത് വെച്ചാണ് പോകുന്നത്. അത് എവിടെയാണ് കിട്ടുക എന്ന് പറയില്ല. ചിലപ്പോൾ ഒരു വായനയെന്നാവും, ചിലപ്പോൾ ഒരു സംഭാഷണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു ശകലത്തിൽ നിന്നാവും, അത് ഉള്ളിലിങ്ങനെ കിടക്കും. അത് പിൽക്കാലത്തൊരു കഥയായിട്ട് മാറാനാണ് സാധ്യത. പിന്നെ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അപ്ഡേറ്റഡ് അല്ല. ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് പ്രായമുള്ളവരാണ്, പല ടെക്നോളജിയും അറിയുന്നില്ല. പക്ഷെ അതും മതി. ഉള്ളത് കൊണ്ട് നമ്മുടെ കാര്യത്തിൽ വെച്ച് നമ്മൾ ഒരു ഫേക്ക് ആവാതിരിക്കാൻ ശ്രമിക്കും. നമ്മൾ ഉള്ളത് ചെയ്യുക, ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കുന്നത്. നമ്മളൊരു വ്യാജ ബുദ്ധിജീവാവനോ വ്യാജ വലിപ്പം കാണിക്കാനോ ശ്രമിക്കാതിരിക്കുക. പല കാര്യങ്ങൾക്കും നുണ പറയാം. ഈ എഴുത്തിൽ പരമാവധി ഓണസ്റ്റ് ആവാൻ ശ്രമിക്കുക എന്നാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നൊരു കാര്യം. അല്ല, ഇത് ഞാൻ ഈ പറഞ്ഞ അപ്ഡേഷൻ്റെ കാര്യത്തിൽ എനിക്ക് സന്തോഷം പറഞ്ഞതിന് വേറൊന്നും പറയാനായിട്ടില്ല. പിന്നെ നിഷ്കളങ്കതയുടെ കാര്യം വളരെ കറക്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 8-10 വയസ്സിൻ്റെ ഇടയിലുള്ളൊരു സ്വാസ്ഥ്യം ആണ് ഒരു മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും നമ്മളിപ്പോൾ അൽഷിമേഴ്സ് വന്നു നമ്മൾ ആലോചിക്കുന്ന അത്രയും കാലമേ നമ്മുടെ കയ്യിലുള്ളൂ. കാര്യം നമ്മുടെ സ്വസ്ഥതയുടെയും ഇതിൻ്റെ നമ്മുടെ റൈറ്റിങ്ങിൻ്റെ ഈ സത്യസന്ധത എന്ന് പറയുന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മൾ ആ ഓർമ്മകളിലേക്ക്, ആ സ്വാസ്ഥ്യത്തിലേക്ക്, ആ ബാല്യകാലത്ത് അത് നിഷ്കളങ്കത, അവിടെയാണ് അത് ഭണ്ഡാരം മനുഷ്യൻ്റെ ഓർമ്മകളുടെ. അവിടേക്ക് ചെന്നെത്തുന്ന ആ സ്പർശമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇയാൾ നിഷ്കളങ്കമായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന ഈ മൊമെൻ്റാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു സാധനം. അതിന് നിങ്ങളെ ഈ പറയുന്നവർക്കുള്ള ഈ ഇൻഫർമേഷൻസോ ഈ ഇൻഫർമേഷൻ്റെ കുത്തൊഴിക്കലുകളോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതോ കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥാസന്ദർഭങ്ങളോ നാടകീയതകളോ ഒന്നുമേ
നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സന്തോഷിനുള്ളതുപോലെ എൻ്റെ ഒരു 10-25 വർഷക്കാലം ഞാനൊരു എഡിറ്ററായിരുന്നു, ഇപ്പോൾ റിപ്പോർട്ടർ എന്നുള്ള എഡിറ്ററായിരുന്നു. അപ്പോൾ ഈ ഓവർ എഡിറ്റിങ്ങിൻ്റെ ഒരു സംഗതികൾ ഇതിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ എത്രയൊക്കെ നമ്മളിതിനെ അരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഓവർ എഡിറ്റിങ്ങിനുള്ള ശ്രമം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാളികന്തകി എന്നൊക്കെ നോവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സംഗതികളോ ഒരു സാധനവുമില്ല. പക്ഷേ മനുഷ്യ ജീവിതം അങ്ങനല്ല. മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ചില വാചകങ്ങളും ശ്രമങ്ങളിലും ഇതിലൂടെയൊക്കെ ആണ് ഇത് കടന്നു പോകുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഈ രണ്ടാമത് വായിക്കുമ്പോഴത്തേക്കുള്ള ഈ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ഓവർ സ്ട്രിക്റ്റ് ഉണ്ടല്ലോ, അത് ഒരിക്കലും ഒരു ഫിക്ഷൻ റൈറ്റർക്ക് നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പടർപ്പുകളിലേക്ക് പോകുന്നുണ്ടോ, കാടും പടർപ്പും വരുന്നുണ്ടോ എന്നുള്ള ഈ ആകുലതയെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. ചോദ്യത്തിന് നന്ദി. വളരെ സന്തോഷം അല്ലേ, സമയം കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. പങ്കെടുത്തതിലും വലിയ സന്തോഷം, നന്ദി. താങ്ക് യു സന്തോഷം. ഓക്കെ, ശരി.